ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുംബൈ യാത്ര. ഞങ്ങളിപ്പോൾ മുംബൈയിലാണ്. മുംബൈ യാത്രയുടെ 4ാം പാർട്ട് വീഡിയോയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ 3ഉം 2ഉം 1ഉം പാർട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ യൂട്യൂബ് ചാനലിൽ പോയി വിസിറ്റ് ചെയ്ത് കാണാവുന്നതാണ്. മുംബൈ യാത്രയിലെ ഞങ്ങൾ പോകുന്നത് മുംബൈയുടെ തന്നെ ഒരു ചരിത്ര സംഭവമായ ഇന്ത്യയുടെ ഗേറ്റ് വേ, മുംബൈ എന്ന മഹാനഗരത്തിൻ്റെ ഒരു ചരിത്ര ചിഹ്നം, അത് കാണാനാണ് ഞങ്ങളിപ്പോൾ ഈ മുംബൈ സിറ്റിയിലൂടെ നടന്നു പോകുന്നത്. അവിടേക്ക് നേരിട്ട് വാഹനങ്ങൾ ചെല്ലാൻ ഇപ്പോൾ എന്തോ അവിടെ പ്രവേശനമില്ല, നേരിട്ട് ചെല്ലാൻ. അത് നടന്നു പോകണം ഇപ്പോൾ ഈ ടൈമിൽ അവിടേക്ക് ചെല്ലാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ റൂമിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ ആ മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ആ ചരിത്ര സ്മാരകം കാണാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ച് വൈകിയായി ആണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ജനങ്ങളുണ്ട്, എന്നാൽ വലിയ റഷായിട്ടില്ല, തിരക്ക് ഇല്ല. ഇന്ത്യയുടെ ഗേറ്റ് വേ മുംബൈയുടെ ഒരു ചരിത്ര ചിഹ്നം തന്നെയാണ്. രാജ്യത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും അതിൻ്റെ കൊളോണിയൽ ഭൂതകാലത്തെയും പ്രതീകപ്പെടുത്തുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രതീകാത്മകമായ ലാൻഡ് മാർക്കുകളിൽ ഒന്നാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ എന്ന ഈ മഹാനഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകം അറബിക്കടലിനെ അഭിമുഖീകരിക്കുകയും ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ വാസ്തുവിദ്യ വൈഭവത്തിന് തെളിവായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇതിന്റെ ചരിത്ര സംഭവം എന്ന് വെച്ചാൽ 1911 ഡിസംബറിൽ ജോർജ് 5ാമൻ രാജാവിന്റെയും രാജ്ഞിയുടെയും ഇന്ത്യ സന്ദർശനത്തിന്റെ സ്മരണക്കായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചു. ബ്രിട്ടീഷ് രാജാക്കന്മാർ അവരുടെ കോളനികളിലൂടെയുള്ള ഒരു മഹത്തായ പര്യടനത്തിന്റെ ഭാഗമായി മുംബൈ തുറമുഖത്ത് അവർ എത്തി. രാജ്യത്ത് അവരുടെ സാമ്രാജ്യത്വ സാന്നിധ്യത്തിന്റെ ഒരു മഹത്തായ പ്രതീകമായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവർ വിഭാവനം ചെയ്യപ്പെട്ടു. 1913 ബ്രിട്ടീഷ് സർക്കാർ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുകയും 1924 പൂർത്തിയാവുകയും ചെയ്തു. ഒരു ദശാബ്ദത്തിലേറെ അധ്വാനവും വിഭവങ്ങളും ഈ ഒരു സ്മാരകത്തിനായി ചെലവഴിച്ചു. എന്നിരുന്നാലും 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യക്കാർക്ക് ഗേറ്റ് വേക്ക് പിന്നീടുള്ള വളരെ ആഴത്തിലുള്ള പ്രാധാന്യമാണ് ലഭിച്ചത്. സ്വാതന്ത്ര്യത്തെ തുടർന്ന് ഇന്ത്യ വിട്ടുപോയ അവസാന ബ്രിട്ടീഷ് സൈന്യം 1948 ഫെബ്രുവരിയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലൂടെ മാർച്ച് ചെയ്തു. ഇത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ അവസാനത്തെ ഒരു ശാശ്വത പ്രതീകമായി തന്നെ മാറുകയുണ്ടായി. ഇതിന്റെ വാസ്തുവിദ്യാ രൂപകൽപ്പന 26 മീറ്റർ, അതായത് 85 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇന്ത്യൻ, മുസ്ലിം, പാശ്ചാത്യ വാസ്തുവിദ്യാ ശൈലികളുടെ സംയോജനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാംസ്കാരിക സ്വാധീനങ്ങളുടെ സമന്വയത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ സ്മാരകം. മഞ്ഞ ബസാൾട്ടും ഉറപ്പിച്ച കോൺക്രീറ്റും കൊണ്ടാണ് ഇതിന്റെ ഘടന നിർമ്മിച്ചിരിക്കുന്നത്. സ്കോട്ടിഷ് വാസ്തുശില്പിയായ ജോർജ് വിറ്റൈറ്റ് വിഭാവനം ചെയ്ത ഇതിന്റെ രൂപകൽപ്പന ഇസ്ലാമിക ഇന്ത്യൻ വാസ്തുവിദ്യയുടെ ഘടകങ്ങൾ ചില ബ്രിട്ടീഷ് സ്വാധീനങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഇന്തോ സാർസനിക് ശൈലിയുടെ സ്വാധീനത്തിലാണ് ഇത് വിഭാവനം ചെയ്തത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒരു വിജയകരമായ കമാനമാണ്.
അതിൽ 16 കൊത്തുപണികളുള്ള കമാനങ്ങളും വിശദമായ ലാറ്റിസ് വർക്കുകളുമുണ്ട്. ഗോപുരങ്ങൾ, വലിയ തുറസായ സ്ഥലങ്ങൾ, വിപുലമായ കൊത്തുപണികൾ തുടങ്ങിയ ഘടകങ്ങൾ ഈ ഘടനയിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്.